നമസ്കാരം. ഇന്നലകളിൽ നിന്ന് പഠിക്കുക, ഇന്ന് ജീവിക്കുക, നാളത്തെ പറ്റി പ്രതീക്ഷിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. So let's begin the show. This is Red Carpet. ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡ് ഉഷാറാക്കാൻ നമ്മുടെ കൂടെ വരാൻ പോകുന്ന അതിഥികൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് ആൾക്കാരാണ്. So let's welcome മാളവിക and Dr. റോണി. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. മാളൂന് എനിക്ക് സ്വാഗതം പറയാൻ തോന്നുന്നില്ല, കാരണം ഈ 2 ദിവസം മുമ്പ് ഞങ്ങൾ കണ്ടതേ ഉള്ളൂ. എന്നൊന്നും ഞങ്ങൾ കാണുകയാണ്, അതുകൊണ്ട് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് ഒരു സ്പെഷ്യൽ സ്വാഗതം ഇരിക്കട്ടെ, കാരണം നമ്മള് എന്നാ ലാസ്റ്റ് കണ്ടത് ആറാട്ടിന്റെ സെറ്റിൽ കണ്ടിട്ട് കുറെ നാളായി, ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാം സുഖമാണോ? സുഖം, അങ്ങനെ പോണു. എന്തായാലും കുറെ പുതിയ വിശേഷങ്ങൾ, പിന്നെ പഴയ വിശേഷങ്ങൾ, പിന്നെ നിങ്ങളുടെ മനസ്സിലെ കുറെ വിഷമങ്ങൾ, ഇതൊക്കെ പറയാനുള്ള ഒരു വേദിയാണ്. വിഷമങ്ങളില്ല, എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടാവും, മനുഷ്യരല്ലേ, അതൊക്കെ തുറന്ന് പറയാനുള്ള ഒരു വേദിയാണ്. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഡോക്ടർ റോണിയിൽ തന്നെ ഞാൻ ആദ്യം തുടങ്ങാം. അതായത് ഡോക്ടർ റോണി അഭിനയിക്കുന്ന എല്ലാ സിനിമകളും ഹിറ്റാണ്. ഇദ്ദേഹം ചെയ്യുന്നതിലെല്ലാം ഒരു വെറൈറ്റി ഉണ്ടാവും. അതിനെന്താ കാരണം? ഈ ഡോക്ടർ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും? അല്ലല്ലോ, ഡോക്ടർ പഠിച്ചോണ്ടല്ലോ. അത് ഞാൻ ഇവിടെ എന്റെ ട്രിവാൻഡ്രത്ത് MG കോളേജിലായിരുന്നു പഠിച്ചത്. MG കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വിന്നറായിരുന്നു. യൂത്ത് ഫെസ്റ്റിവൽ പിന്നെ ഡ്രാമ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്. അതാണ് എന്റെ ഒരു ബേസ്, അഭിനയത്തിന്റെ ബേസ് കിട്ടിയത് MG കോളേജിൽ നിന്നാണ്. അവിടെ നിന്നാണ്. പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പലതരം വെറൈറ്റി ക്യാരക്ടേഴ്സ് ഇങ്ങനെ ലൈഫിൽ വരുന്നത്, അല്ലെങ്കിൽ സ്ക്രീനിൽ അത് കാണിക്കാൻ പറ്റുന്നതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. ഇപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഹെലനില് മാത്തു ലാസ്റ്റ് ആഡ് ചെയ്ത സാധനമാണ്, സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു സാധനമാണ്. ബിനു പപ്പ എന്നോട് ചോദിക്കും, ബിനു എൻ്റെ ഡയലോഗ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ തനിക്കൊരു സെക്യൂരിറ്റി അലാറം വെക്കാറുന്നില്ലടോ. പറഞ്ഞു സർ സോറി സർ പറ്റിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു മാത്തു അത് ചേട്ടാ രണ്ടാക്കെന്ന് വെച്ചാൽ എങ്ങനെ തനിക്കൊന്നൊരു അലാറം വെക്കാറുന്നില്ലേ? സാർ ഞാൻ പൊതുവെ നല്ല ഉറക്കമുള്ള കൂട്ടത്തിലാണ് സർ, അലാറം വെക്കാറില്ല. അപ്പോൾ ചേട്ടാ അത് കൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആഡ് ചെയ്തതാണ്. ഈ സജഷൻസ് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാ ഡയറക്ടേഴ്സും താങ്കൾക്ക് തരാറുണ്ടല്ലേ? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഗണേഷ് എന്ന് വെച്ചാൽ ഗണേഷിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ, ഒരു കുട്ടിച്ചോ എന്നുള്ള ഷോർട്ട് ഫിലിമിൽ ഞാൻ പണ്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പം അന്ന് ഗണേഷാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടനെ ഞാൻ കാണുമ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടും വില്ലനായിട്ടൊക്കെ കാണുന്നത്. ചേട്ടൻ ഇത്രയും ഒരു എന്താ പറയുക, ഹ്യൂമർ സൈഡുള്ള ഒരാളാണല്ലോ ചേട്ടാ. ഞാനൊരു പടം ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഉറപ്പായിട്ടും ഞാനൊരു ഹ്യൂമർ ക്യാരക്ടർ ഞാൻ എഴുതി ചേർക്കുന്നു പറഞ്ഞു. അത് 2012 കുട്ടിച്ചോ നടന്നത്, 2016 ആനന്ദം നടക്കുന്നത്. അപ്പൊ ഗണേഷ് എഴുതി ചേർത്ത ക്യാരക്ടറാണ് ചാക്കോമാഷ്. അപ്പൊ ഗണേഷ് എനിക്ക് വേണ്ടി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി എഴുതി ചേർത്ത ഒരു ക്യാരക്ടറാണ്. പിന്നെ വിനീതിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ആയിരുന്നു. അതെ അതെ അതെ. ആൻഡ് സിനിമയും നല്ലതായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു, താങ്കളുടെ ക്യാരക്ടറും ചർച്ച ചെയ്യപ്പെട്ടു. നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചില കഥാപാത്രങ്ങൾ ഒന്ന് ആനന്ദത്തിലെ മാഷിന്റെ ക്യാരക്ടർ തന്നെയാണ്. മാളുവിന്റെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അതായത് വളരെ ചെറിയൊരു പ്രായത്തില് ഹീറോയിൻ ഒക്കെ ആയിട്ട് വന്ന ഒരാളാണ്. സോ എല്ലാം പ്ലാൻഡ് ആയിട്ട്, എനിക്ക് ഇത്ര വയസ്സിൽ തന്നെ സിനിമ ഒരു നടിയാവണം, അങ്ങനെയൊക്കെ ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ടാണോ ഈ ഒരു കരിയർ ചൂസ് ചെയ്തത്? ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് ഫിലിമിൽ ചെയ്യാൻ പറ്റുമെന്നോ. എപ്പോഴും സിനിമ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. ഒരു എന്താ പറയുക, ഞാൻ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നത്. അത് വന്നിട്ട് നിദ്ര എന്ന് പറഞ്ഞ ഫിലിമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്ന 916 ആണെന്നാണ്. ലീഡ് റോളിൽ കുറച്ച് ഹെവി ആയിട്ട് തന്നൊരു കഥാപാത്രം അതാണ് മീര എന്ന് പറഞ്ഞിട്ട് മോഹനൻ സാറിന്റെ. അതായിരുന്നു ലീഡിൽ ചെയ്തത്. ബട്ട് നിദ്രയാണ് ഫസ്റ്റത്തെ. അമ്മയ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇവൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞാലും എനിക്ക് ഭയങ്കര മടിയാണ്. ബട്ട് ടീച്ചർ പറയും നന്നായി ചെയ്യും അവൾ, അരമണ്ഡലമൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഇങ്ങനെ വേറൊരു സ്റ്റുഡന്റ് ഉണ്ടോ എന്ന് പോലും അറിയില്ല, പക്ഷെ മടിച്ചാണ്, ചെയ്യില്ല, പ്രാക്ടീസ് ചെയ്യില്ല എന്നൊരു ഇത് പറയും അമ്മ. ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലും ചെയ്യാത്ത ആള്. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവള് ഷോർട്ട് റെഡി എന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാൻ കൂളായിട്ട് ചെല്ലുന്നുണ്ട്, ടെൻഷനൊന്നുമില്ല. അത് അമ്മയ്ക്കാണ് ടെൻഷൻ, ഈശ്വര എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ കൂളായിട്ട് ചെന്നു, അവർ പറയുന്നത് ചെയ്തു. ഈ 916 ഒക്കെ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്തത് എനിക്കൊരു വെക്കേഷൻ മോഡായിരുന്നു. ഒരു 40-45 ഡേയ്സ് കാലിക്കറ്റില്
ഈ പഠിത്തത്തിനുള്ളൊരു വെക്കേഷൻ അല്ലേ, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എന്താ അവര് പറയണേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. പിന്നെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ഒക്കെയാണ്, അടിപൊളിയാണ്. രണ്ടുപേരും ആ സിനിമയിലുണ്ട് അല്ലേ? താങ്കൾ അതിലൊരു വേഷം, അതെ ചെറിയൊരു വേഷമാണെങ്കിൽ ഉണ്ട്, പക്ഷെ കോമ്പിനേഷൻ ഇല്ല, കണ്ടിട്ടില്ല, ലൊക്കേഷൻ വെച്ചൊന്നും കണ്ടിട്ടില്ല. ഈ കുട്ടിയാണെന്ന് പിന്നെ എപ്പോഴാണ് മനസ്സിലായത്? റിലീസിന്റെ സമയത്താണ് മനസ്സിലായത് ഈ കുട്ടിയാണ് ദാറ്റ് കുട്ടി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഒരു മമ്മൂക്ക പടം, ലാലേട്ടൻ പടം, അങ്ങനെ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമാണോ, അതോ നിങ്ങളുടെ ക്യാരക്ടേഴ്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രമാണോ? എങ്ങനെയാണ് റോണി ചേട്ടൻ സെലക്ട്? അങ്ങനെയല്ല സോസി, ഇപ്പോ ഞാൻ ഓപ്പണായി പറയാണ്, ഇപ്പൊ കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്നുള്ള സിനിമ ധീരജിന്റെ ഒപ്പം ചെയ്തു. അപ്പോൾ അതിനകത്ത് എനിക്ക് റിഡിയൻ മത്തായി എന്നുള്ള ക്യാരക്ടർ എനിക്ക് വെച്ചിരുന്നു, പോലീസുകാരനാണ്. ഉണ്ട കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ശരത്തെ ഒന്നും തോന്നണ്ട, സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ വായിച്ചപ്പോൾ ശരത്തെ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഉള്ളതായിട്ട് തോന്നിയില്ല, ഞാൻ ചെയ്യുന്നില്ല, അത് കൊടുത്തു. എന്തായിട്ട് ഞാൻ പറഞ്ഞില്ല, പോലീസ് തന്നെയാണ് വേണ്ടത്, അപ്പോൾ എനിക്ക് താല്പര്യമില്ല, റിപ്പറ്റേറ്റീവ് ആണ്, എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് പടമൊന്നുമില്ല. ചേട്ടാ വേറെ എന്തെങ്കിലും ചേട്ടൻ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ക്യാരക്ടർ ചോദിച്ചു, അപ്പോൾ ചേട്ടാ അത് വേറെ ആൾക്കും കമ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ മാറ്റണ്ട, ചേട്ടൻ എനിക്ക് അറിഞ്ഞെങ്കിൽ ചേട്ടനെ തന്നേനെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറി. പിന്നെ മനോജ് പൂമ്പറമ്പ് എന്നുള്ളൊരു ഊള രാഷ്ട്രീയക്കാരനായിട്ട്, ഒരു ഊളനയാള്. അപ്പം നമ്മൾ ആ പോലീസ് വേഷം മാറ്റി നമ്മൾ ഇവനോടിലോട്ട് ഞാൻ മാറി. മൈക്കിൾ സ്കോഫിയോസ് എന്ന സിനിമ, അതിനകത്ത് പോലെ തന്നെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടാണ് വന്നത്. നമ്മളത് മാറ്റി അതിൻ്റെ ഒരു മേജർ വില്ലനായിട്ടുള്ള സാധനം ഏറ്റെടുത്തത്. എന്നുവെച്ചാൽ വളരെ ഒരു കോഫി ഷോപ്പ് മാനേജർ, എപ്പോഴും സാധാരണക്കാരനെ പോലെ സംസാരിച്ച് പോകുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആയി കഴിയുമ്പോൾ എല്ലാ കാര്യത്തിനും പ്ലാൻ ചെയ്ത് വില്ലനാണ്. മാളവികയാണെങ്കിൽ എങ്ങനെയാണ്? എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, ബട്ട് ഉള്ളത് എനിക്ക് തോന്നുന്നു റിപ്പീറ്റേറ്റീവ് ആവരുത് എന്ന് എനിക്കും ഉണ്ട്. ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ മകളായിട്ട് ചെയ്തു, അനീതിയായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ പലരും എൻ്റെ അടുത്ത് വോൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം അതെന്നെ ചെയ്തുകൊണ്ട് നിൽക്കണ്ട. ഞാൻ ആലോചിക്കുമ്പോൾ ഓക്കെ, ഇപ്പോൾ ജോർജ് ചേട്ടൻ്റെ മകളായി ചെയ്തു, ഇപ്പോൾ ഇവൻ ലാലേട്ടൻ്റെയോ മമ്മൂക്കിയുടെ മകളായിട്ടൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കതൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. അവരുടെ മകളായിട്ടല്ലേ ചെയ്യുന്നത്, പക്ഷെ പലരും എനിക്ക് വോൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതന്നെ ചെയ്തുകൊണ്ട് കരുതുക. പിന്നെ ഞാനും ശ്രദ്ധിച്ചു, ശരിയാ അതെന്നെ കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് അതിൽ ആ ക്യാരക്ടറിൽ എങ്കിൽ ഐ എം റെഡി ടു ഡു. ഇപ്പോൾ കൂടുതലും എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടെ ഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, എന്ത് ക്യാരക്ടറാണോ അത് ആ ഒരു മൂവിയിൽ നോട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ജസ്റ്റ് ആർക്കായാലും ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്നല്ല, ഏത് ജോലിയാണ് ചെയ്യുന്നത് എങ്കിലും അതിനനുസരിച്ച് ചെയ്യും, അത്ര മാറി മറിഞ്ഞു അങ്ങനെയൊക്കെ. എന്താ പറയുക, സിനിമയുടെ കൂടെ തന്നെ റോണി ചേട്ടൻ ഷോർട്ട് ഫിലിംസ് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? വെബ് സീരീസ് ഇപ്പൊ ചെയ്യുന്നു? ഇല്ലടോ, ഷോർട്ട് ഫിലിം ചോദിച്ചാല് മിഥുൻ മാനുവൽ തോമസ് അല്ലേ, നമ്മുടെ ആട് അഞ്ചാം പാതിര. അപ്പോൾ പുള്ളിയുടെ നേരമ്പോക്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്ലാറ്റ്ഫോം പുതിയ റൈറ്റേഴ്സിന് വേണ്ടി ഡയറക്ടേഴ്സിന് വേണ്ടി പുള്ളി ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്തതിൽ പുള്ളിയുടെ അസോസിയേറ്റ് ഡയറക്ടറായി വിഷ്ണു ഭരതനും രാഹുൽ ശർമ്മയും ഡയറക്ട് ചെയ്ത് 2 ഷോർട്ട് ഫിലിംസ്. അതിൽ ഫസ്റ്റ് ഷോർട്ട് ഫിലിം നൈറ്റ് സലൂൺ ആയിരുന്നു. ഒരു ഷോർട്ട് ഫിലിമിൽ 2 ഷോർട്ട് ഫിലിം ഞാൻ അഭിനയിച്ചു. ഒന്നിൽ സണ്ണി വേൻ, വേറെണ്ണത്തിൽ സുധീഷ് ചേട്ടനും ഇന്നസെൻ്റ് ഏട്ടനും പിന്നെ സഞ്ജു ശിവറാം, അങ്ങനെ പല ആൾക്കാരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മൊത്തം 6-7 ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ നൈറ്റ് സലൂൺ റിലീസ് അത് ഭയങ്കര നന്നായി പോയി. അത് 2,50,000 വ്യൂവർഷിപ്പായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം ഇറങ്ങി, May 6th ഇറങ്ങി. അത് ദാസ് പാപ്പനംകോട്. ഷാജി സീസണിനെ വിളിച്ചു പറഞ്ഞു അവിടെ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ജയേട്ടന് ജയസൂര്യനെ വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷം. നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ തന്നെ ഇതൊന്നും പ്ലാൻഡ് അല്ലല്ലോ, പെട്ടെന്ന് വന്നു. നമുക്ക് നല്ല രീതിയിൽ ഒരു ഇത് കിട്ടുമ്പോൾ ഒരു സന്തോഷം, മനസുഖം. ഒരുപാട് സത്യമായിട്ടും പാടിയിട്ടൊക്കെ. ഓ മൈ ഗോഡ്, എത്ര നാളായി? ഏകദേശം കൊല്ലങ്ങളായി. അമ്മ ഇത് പാട്ട് കേട്ടിട്ട് എത്ര നാളായി? അമ്മയൊന്നും സത്യം പറഞ്ഞ എന്റെ പാട്ടിന് കേട്ടില്ല. ഐ മീൻ കേട്ടിട്ടില്ല. നമുക്ക് അമ്മയെ വിളിക്കാം. അവിടെ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, പൊന്നു മോളെ ആറാട്ടുന്ന സമയത്ത് മോളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് മാറിയിട്ടില്ല, വീണ്ടും വിളിച്ച് ചെല്ലിപ്പോ. ഹലോ ആന്റി, നമസ്കാരം. സ്വാസികയാണ്. ആന്റി, മാളൂനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാൻ ഞാനും റോണിയും കൂടി കുറെ ശ്രമിച്ചു, എന്ത് ചെയ്താലും കേൾക്കുന്നില്ല. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ പാട്ട് പാടിക്കണം എന്ന്? കണ്ട അമ്മ ഇന്നലെ രാത്രി മുതൽ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. മാളൂനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം, മെസ്സേജുകൾ. എന്റെ അമ്മയോ? എന്നിട്ട് മാളു പറയാണ് എന്റെ അമ്മ ഒരിക്കലും അങ്ങനെ പറയില്ല, എന്റെ അമ്മേനെ എനിക്കറിയാന്നൊക്കെ പറഞ്ഞ ഒരേ വാദം. അമ്മ അങ്ങനെ ശരിക്കും പറഞ്ഞു? അമ്മ കണ്ട, ഞാൻ കള്ളം പറയില്ല, ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഓക്കെ, അപ്പൊ ഞാൻ അറിയാണ്ട് നിങ്ങളൊക്കെ മെസ്സേജിങ്ങും സംസാരിക്കുകയാണല്ലേ? ശരിക്കും പറഞ്ഞ ആന്റിക്ക് മാളുവിന്റെ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? പാട്ട് കേൾക്കണം, പക്ഷെ അവൾ പ്രിപ്പയർഡ് അല്ല എന്ന് പറയുമ്പോ അത്
അറിയാത്തോണ്ട് അവൾ പാടാൻ പാടില്ല എന്ന് എനിക്കറിയാം. ആ അന്ന് അതാണ് വേറെ ട്വിസ്റ്റ്. വേറെ ട്വിസ്റ്റ് ആണ്. മാളുദാ ഒരു ഹിന്ദി പാട്ട് അസലായിട്ട് പാടി കഴിഞ്ഞിരിക്കുന്നു. ഷോക്ക്. ഹിന്ദി പാട്ടോ ദൈവം. ഹിന്ദി പാട്ട് അല്ലേ? 4 വരി അസലായിട്ട് പാടി കഴിഞ്ഞിരിക്കണം. അമ്മ കണ്ണ് അടയ്ക്കാണ്ട് നോക്കിയിരിക്കുന്ന ഈ പ്രോഗ്രാം എപ്പോഴാ ടെലികാസ്റ്റ് എന്തോ പറഞ്ഞാല് അത് മാറ്റാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പണി പറഞ്ഞത് ടോസിന്റെ അടുത്ത്. അതെ, മാളുവിന്റെ ചെറിയൊരു മടി മാറ്റാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ കളി മൊത്തം കളിച്ചത്. അങ്ങനെ ഞങ്ങൾ മാളുവിന്റെ എല്ലാ മടികളും മാറ്റിയിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതായിരിക്കും. അമ്മ ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ, ഉറങ്ങിക്കോളൂ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് കാണണം കേട്ടോ, മാളുവിന്റെ പാട്ട് കേൾക്കാൻ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ടാറ്റാ, ബൈ ബൈ. ബൈ മോൻ, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് കണ്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി. മാളുവിന്റെ പാട്ട് കേട്ടു, എല്ലാം കൊണ്ട് ഹാപ്പിയായി. ഇനി ഡോക്ടർ റോണിക്കുള്ള ഒരു പണിയുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അടുത്ത പാട്ട് പാട്ടല്ല, നമുക്കൊരു ഗെയിം കളിച്ചാലോ? പിന്നെ കളിക്കാം. മാളും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഡോക്ടർ റോണി ആദ്യം അങ്ങ് കളിക്കാന്ന് മാത്രം. യെസ്, ഒരു സൂപ്പർ ഗെയിമാണ്. കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വരും. വളരെ ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗെയിമിൽ ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ ഒരു സമ്മാനം ഉണ്ട്, ആൻഡ് തോറ്റു കഴിഞ്ഞാൽ ഒരു പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, റെഡി? റെഡി. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ എന്റെ റോണിക്കുട്ടനും മാളുക്കുട്ടിയും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതായത് വളരെ സിമ്പിൾ ആണ്. ഇതെന്താണ് മനസ്സിലായോ? ഇതൊരു പ്ലേറ്റ് ആണ്, ഒട്ടും ഘനമില്ല. തൊട്ടിരിക്കോളൂ. കൊള്ളാം കേട്ടോ. ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. യെസ്. ഇനി നിങ്ങൾ കാണുന്നത് ഈ ബോളുകൾ. നമ്മൾ പല ബോൾസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഈ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ പ്ലേറ്റിനെ ബാലൻസ് ചെയ്ത് പോകുന്നില്ലല്ലോ. ബോളിലൂടെ ഈ ഗ്ലാസ്സിലേക്ക് തന്നെ കളിച്ചോളൂ. ഇത് അറിയാണ്ട് സംഭവിച്ചാണ്, സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന പോലെ 1 മിനിറ്റ് സമയം ആദ്യം റോണിക്ക് തരും. ഓൾവേസ് ലേഡീസ് ഫസ്റ്റ്. മാളു ചെയ്യേ. മാളു ആണ് ഞങ്ങളുടെ ചുണക്കുട്ടി. പ്ലേറ്റ് പിടിച്ചോളൂ. അപ്പൊ 1 മിനിറ്റ് ആണ് മാളുവിന്റെ സമയം. 1 മിനിറ്റ് താങ്കൾക്കും സമയമുണ്ട്. ആദ്യം നമുക്ക് മാളു 1 മിനിറ്റിൽ എത്ര ബോൾസ് പ്ലേസ് ചെയ്യുന്നതാണ് ടൈമിംഗ് ഞാൻ പറയും. ആൻഡ് സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സമ്മാനമായിരിക്കും. പണിഷ്മെന്റ് കിട്ടാതെ നോക്കണം, കാരണം പണിഷ്മെന്റ് അതികഠിനമായിരിക്കും. സത്യം. ഫസ്റ്റ് അടിക്കൂ, അതാണ്. റെഡി? 1 2 3 മ്യൂസിക്. ഗ്ലാസ് കുറച്ച് ഹൈറ്റിൽ പിടിക്കണം പ്ലേറ്റ്. സൂപ്പർ. ഇത് കൊള്ളാലോ സംഭവം. മാളു കലക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ്. 3 ഓക്കെ, 4 ഇവിടെ എന്തൊക്കെ നടക്കുമോ എന്തോ. സൂപ്പർ. മാളു ഈ ഗെയിം സ്ഥിരമായിട്ട് കളിക്കുന്നു. പിന്നെ ഞാൻ ഒരു ഗെയിമും കളിക്കാറില്ല സത്യമായിട്ടും. ഗ്ലാസ് മാറ്റുന്നു. ആയില്ലേ? 8 1 മിനിറ്റ് സമയം കഴിഞ്ഞു. കറക്റ്റ് 1 മിനിറ്റ് സമയം കഴിഞ്ഞു. 1 2 3 4 5 6 7 8 9 താങ്കള് 10 ആക്കണം. ഞാൻ അവിടെ വരണോ? ഇവിടെ തന്നെ ഇവിടെ വെച്ചോളൂ. ഞാൻ അവിടെ വരാം. അവിടെ വന്നോളൂ. എവിടെ വന്നോളൂ. ഗ്ലാസ് എവിടെ? 2 ഗ്ലാസ് ഉണ്ടോ? 2 ഗ്ലാസ് ഇല്ല, ഒരു ഗ്ലാസ്. അപ്പൊ ആദ്യം മഞ്ഞ വേണോ, ഓറഞ്ച് വേണോ, പച്ച വേണോ? ഒരുമിച്ചിട്ടോ? പിന്നെ ഓറഞ്ച്. തുടങ്ങുന്നുണ്ടോ? തുടങ്ങാം. റെഡി? 1 2 3 മ്യൂസിക്. അലാറം മ്യൂസിക് ഇടും. ഞാനല്ല, താങ്കൾ തന്നെ ഇടണം. എനിക്ക് ഞാൻ തന്നെ ഇട്ടെ. എനിക്ക് താനെ ഇട്ടുന്നത് അല്ല, ഞാൻ തന്നെ ഇട്ടെ. 2 പ്ലേറ്റ് വളയ്ക്കാൻ പാടില്ല. പ്ലേറ്റ് വളയ്ക്കരുത്. 3 അങ്ങനെയൊക്കെ ചെയ്തോ, പക്ഷെ പ്ലേറ്റ് വളയ്ക്കരുത്. 3 അതായത് ഇങ്ങനെ ഒടുക്കിയിരുന്നു. അയ്യോ റോണി കുട്ട. 4 ഇതെടുത്തത്. സമയമായിട്ടില്ല. ഞാൻ സമയമായത് പറഞ്ഞോ.
പറഞ്ഞോ. അതന്നെ അതന്നെ. സമയം തീരാറായിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിലുണ്ടാവണം. ഫുൾ യെല്ലോ ആണല്ലോ. അയ്യോ. 8 7 6 5 അതായത് ഫുള്ളായി 4 വീടില്ല. അത് മാറ്റം 3 മാറ്റം തോന്നില്ല. 2 1. അത് മാറ്റിയില്ല. ഇല്ല കറക്റ്റാ. 9 ഇല്ല, ഇത് മാളുവിന്റെ കയ്യിലുള്ളത് ഇങ്ങോട്ട് വെച്ചോ? ഇല്ല, വെച്ചില്ല. അപ്പൊ ജയിച്ച്. ഡോക്ടർ റോണി 10 മാളു 9. അതെയാ എന്താ പിടിച്ചോ? ഡിങ് ഡോങ്. ഞാൻ ജയിച്ചു. പിടിച്ചോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതൊക്കെ ശരിയാണ്, പക്ഷെ പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. കൺഗ്രാറ്റുലേഷൻ ഒക്കെ കയ്യിലിരുന്നോട്ടെ. കൺഗ്രാജുലേഷൻ ഒക്കെ കയ്യിലിരിക്കട്ടെ. അപ്പൊ ആദ്യം പണിഷ്മെന്റ്, ആദ്യം സമ്മാനം എടുക്കാം. ഇനി നമുക്ക് മാളുവിന്റെ പണിഷ്മെന്റ് എന്താന്ന് കേക്കണ്ടേ? പിന്നെന്താ? അതിന് മുമ്പ് മാളുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? എന്ത് കഴിക്കാനാ ഇഷ്ടം? അതിന്റെ ഓപ്പോസിറ്റ് തരാനായിരിക്കും അല്ലേ? ഞങ്ങൾ ഇവിടെ ഭക്ഷണം കൊടുക്കാറില്ല. സോറി. വെരി നൈസ്, വെരി ഓണസ്റ്റ്. എന്താ കഴിക്കാൻ ഇഷ്ടം? എനിക്ക് അങ്ങനെ ഒരു അതായത് ചിക്കൻ ഫ്രൈ, ബിരിയാണി, ചിക്കൻ ബിരിയാണി, നല്ല നല്ല കാലൊക്കെ ആയിട്ട് ചിക്കൻ ബിരിയാണി, ലെഗ് പീസ് ഒക്കെ വെച്ചിട്ട്. ഒരു പരിധിക്കുള്ള വിട്ടു പറയല്ലേ. ഫുഡ് തരില്ലെന്ന് പറഞ്ഞു, പിന്നെ എന്താന്ന് മനസ്സിലാവുന്നില്ല. കടലപ്പെണ്ണൊക്കെ ഇഷ്ടമാണ്, കഴിക്കാറുണ്ട്. എന്നാ നമ്മുടെ പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസമായിട്ടുള്ള പണിഷ്മെന്റ് ആണ് കേട്ടോ. അതായത് ഈ കുട്ടിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്, അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചിക്കൻ ബിരിയാണി കൊടുക്കുന്നു. പക്ഷെ ഒറിജിനൽ അല്ല, സാങ്കല്പികമായി ചിക്കൻ ബിരിയാണി. അതിന്റെ കൂടെ ഞാൻ എന്റെ സ്നേഹം, എനിക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയും കൊടുക്കുന്നു. ഈ പൊറോട്ടയും ചിക്കൻ ബിരിയാണിയും ചിക്കന്റെ ലെഗ് പീസ് ആണെന്ന് ഓർക്കണം. ലെഗ് പീസ് വട്ടിച്ചെടുക്കണം. വല്ല പനീറും പറഞ്ഞെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? സന്തോഷമായില്ലേ? കഞ്ഞി പറഞ്ഞാൽ മതിയായിരുന്നു. ചിക്കൻ സൂപ്പും പറഞ്ഞിട്ടുണ്ട്. അതെ, പക്ഷെ അത് വെറുതെ നിന്ന് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരു സാങ്കല്പിക ചെയർ ഇവിടെ തരും, അതിൽ ഇരുന്ന് വൃത്തിയായിട്ട് ഇതെല്ലാം. ആദ്യത്തെ മര്യാദ എന്നെ പഠിപ്പിക്കരുത്. എന്റെ വീട്ടിൽ വന്നിട്ട് ഇരുത്തി കഴിപ്പിക്കണം അല്ലേ? കുറച്ച് പരിധി പറഞ്ഞല്ലേ പറയും ചേട്ടാ, ശരിക്കും വേവാത്ത കോഴിയെന്ന് പറഞ്ഞാൽ കടിച്ച് പറിക്കുന്നു. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. സാങ്കല്പിക കസേരയിൽ ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് ചിക്കൻ ബിരിയാണിയും പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കടിച്ച് കറിച്ച് കഴിക്കുക. ഇടയിൽ ഞങ്ങൾ വെള്ളം തരും. അങ്ങനെയൊന്നും ചെയ്യാൻ അരമണ്ഡലത്തിലല്ല, അതാ ഇങ്ങനെ. നന്നായി, തനിക്ക് അരമണ്ഡലം, ഞാനിരുന്ന കുഴിമണ്ഡലം. റെഡിയാണോ? അപ്പൊ ചേട്ടാ, നമ്മൾ എന്താ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തീരുമ്പോ കുട്ടിക്ക് വെള്ളം. വേണ്ട, ഞാൻ ഡയറ്റിലാണ്, ഞാൻ കുറച്ച് കഴിക്കുള്ളൂ. അപ്പൊ 1 മിനിറ്റ് സമയം നമ്മൾ തരും. അതിനുള്ളിൽ ഇത് അടിപൊളിയായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും അടുത്ത പണിഷ്മെന്റ്. സോ റെഡി, 1 2 3. ഒരു ചെറിയ മ്യൂസിക്. അതെ, അത് ഇരുന്നു. എന്താ ചിക്കൻ ബിരിയാണി കൊടുക്ക്. ചിക്കൻ ബിരിയാണി മാഡം, ചിക്കൻ ബിരിയാണി മാഡം. മാഡം ഞങ്ങളുടെ ഹോട്ടൽ ഗസ്റ്റ് ആയിട്ട് ചിക്കൻ പീസ് നന്നായിട്ട് കുഴച്ച് കഴിക്കും. മാഡം ധൃതി പിടിക്കരുത്. മസാലകളും സാലഡൊക്കെ കുഴക്കും. മാഡം പിക്കിൾ മാഡം കുറച്ച് സാലഡ്. മാഡം പപ്പടം പൊടിക്കൂ. ചിക്കൻ കാലെടുക്കൂ. ചിക്കൻ കാലിരിക്കണു. നന്നായിട്ട്. അയ്യേ, ഇതെന്തൊരു സൈഡിലത്തെ ചിക്കൻ കാലെടുക്കൂ. നിങ്ങൾക്കൊന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല? ഇല്ല. വെള്ളം കുടിക്കൂ. മാഡം ഒരു സെലിബ്രിറ്റി ആയിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഞങ്ങൾ ഷെയർ ചെയ്താൽ എങ്ങനെയാണ് മാഡം? ഇനി കുറച്ച് പൊറോട്ട പൊറോട്ട നന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. പൊറോട്ട കുറച്ച് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കും. ഇങ്ങനെ ച്യൂ ചെയ്ത് കഴിക്കും. അയ്യോ, 1 മിനിറ്റ് സമയമുണ്ട്. ഞാൻ കൈ കഴുകണം. കഴിക്കും. ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല.